വിധു വിനോദ് ചോപ്രയുടെ സംവിധാനത്തിൽ 2023 റിലീസ് ചെയ്ത ചിത്രമാണ് 12th ഫെയിൽ. ചമ്പൽ എന്ന കുഗ്രാമത്തിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ മനോജ് കുമാർ IPS എന്ന വ്യക്തിയുടെ ജീവിതകഥ ആസ്പദമാക്കി ചെയ്ത ചിത്രം പോയ വർഷത്തെ മികച്ച സിനിമകളിൽ ഒന്നാണ്. തോൽവികളിൽ പതറാതെ ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് പ്രചോദനമാണ് ഈ സിനിമ. മനോജ് കുമാറായി എത്തിയ വിക്രാന്ത് മാസയുടെ പ്രകടനം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഒരുപോലെ നേടിയിരുന്നു. UPSC പരീക്ഷ പാസ്സാവുക എന്ന ലക്ഷ്യവുമായി ചമ്പലിൽ നിന്ന് ഡൽഹിയിലെത്തുന്ന മനോജ് കുമാറിന്റെ കഠിന പരിശ്രമങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. ചിത്രത്തിലെ ഇന്റർവ്യൂ സീൻ കേവലം ഒരു ഇൻസ്പിറേഷൻ എന്നതിനേക്കാൾ ശക്തമായ രാഷ്ട്രീയ പ്രസ്താവന കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 12ാം ക്ലാസ് പരീക്ഷ ആദ്യവട്ടം എഴുതിയപ്പോൾ തോറ്റതിന്റെ കാരണമെന്തെന്ന് ചോദിക്കുമ്പോൾ ആ വർഷം പുതുതായി വന്ന SP സ്കൂളിൽ ഇൻസ്പെക്ഷൻ നടത്തുകയും കുട്ടികളെ കോപ്പി അടിക്കാൻ ടീച്ചർമാർ അനുവദിക്കുന്നത് തടയുകയും ചെയ്തതുകൊണ്ടാണ് തോറ്റത്. അടുത്ത വർഷം പഠിച്ചു തന്നെയാണ് ഞാൻ ജയിച്ചത്, അതുകൊണ്ടാണ് 3rd ഡിവിഷനിൽ ജയിക്കേണ്ടി വന്നത്. എന്നാൽ അന്ന് എനിക്ക് മനസ്സിലായി, കോപ്പിയടിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ ജയിക്കുന്നതിനേക്കാൾ സംതൃപ്തിയും സന്തോഷവും കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടുന്ന 3rd ക്ലാസ്സിനുണ്ടെന്ന്. ടീച്ചർമാർ കോപ്പിയടിക്കാൻ സഹായിക്കുന്നത് പണ്ടു മുതൽക്കേയുള്ള വ്യവസ്ഥയാണെന്നായിരുന്നു പ്രിൻസിപ്പാളിന്റെ വാദം. ഈ വ്യവസ്ഥ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ആരും ഇത് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അധികാരം കയ്യിലുള്ളവർ അതിനെ കളയാൻ ആഗ്രഹിക്കുന്നില്ല. പാവപ്പെട്ടവർ എന്നും നിരക്ഷരരായി തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ അവർ നേതാക്കളുടെ പിന്നാലെ നടക്കുകയുള്ളൂ. ഈ നിരക്ഷര സമൂഹമാണ് അധികാരികളുടെ വോട്ട് ബാങ്ക്. അവരോട് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വോട്ട് നേടണമെങ്കിൽ അവർ നിരക്ഷരരായി തന്നെ കഴിയണം. അതുകൊണ്ടാണ് 1942 അംബേദ്കർ പറഞ്ഞത്, എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. പ്രജകൾ വിദ്യാഭ്യാസമുള്ളവരായി മാറിയാൽ നേതാക്കൾക്ക് അതൊരു പ്രശ്നമാകും. മനോജ് കുമാർ എന്ന കഥാപാത്രം സിനിമയിൽ പറയുന്ന ഏറ്റവും മികച്ച ഡയലോഗുകളിൽ ഒന്നാണ് ഇത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ മാത്രമേ അംബേദ്കറിന്റെ ചിന്തകളെയും അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പറ്റിയും ചർച്ച ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഒരു ബോളിവുഡ് സിനിമയിൽ അംബേദ്കറുടെ വാക്കുകൾ പറയുന്നത് അപൂർവമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അംബേദ്കറിനെയും അദ്ദേഹത്തിന്റെ ചിന്തകളെയും അവഗണിക്കുന്ന ഇപ്പോഴത്തെ വ്യവസ്ഥിതിയിൽ 12th ഫെയിലിലെ ഈ ഡയലോഗുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. മതത്തിന്റെയും ജാതിയുടെയും ദൈവങ്ങളുടെയും പേര് പറഞ്ഞു മാത്രം ഭരണം നിലനിർത്തുന്ന ഗവൺമെന്റ് ഉള്ള ഈ നാട്ടിൽ മതം, ജാതി, ദൈവങ്ങൾ എന്നിവയേക്കാൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വേണമെന്ന് പറയുകയാണ് സംവിധായകൻ. അധികാരം കയ്യിലുള്ളവർ സാധാരണക്കാരന് നേരെ നടത്തുന്ന അനീതികളും സിനിമയിൽ പലയിടത്തായി സംവിധായകൻ വരച്ചു കാട്ടുന്നുണ്ട്. ഇതിനെയെല്ലാം മാറ്റണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് നായകൻ മനോജ് കുമാർ. ഒരുപാട് സിനിമകളിൽ ഇതേ കഥ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും 12th ഫെയിൽ വ്യത്യസ്തമാകുന്നത് റിയലിസ്റ്റിക് ആയ അവതരണവും അഭിനേതാക്കളുടെ പ്രകടനവും കൊണ്ടാണ്. വിക്രാന്ത് മാസയെ കൂടാതെ മേധാ ശങ്കർ, അൻശുമാൻ പുഷ്കർ, ആനന്ദ് ജോഷി എന്നിവരാണ് മറ്റ് താരങ്ങൾ. 40 വർഷത്തിലധികമായി സിനിമയിൽ പ്രവർത്തിക്കുന്ന 10ഓളം സിനിമകൾ സംവിധാനം ചെയ്ത വിധു വിനോദ് ചോപ്ര എന്ന സംവിധായകന്റെ കരിയറിലെ ആദ്യ കൊമേഴ്ഷ്യൽ ഹിറ്റ് കൂടിയാണ് 12th ഫെയിൽ. പോയ വർഷം IMDbയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട ഇന്ത്യൻ സിനിമയും 12th ഫെയിൽ തന്നെ.